ഗുഡ് മോർണിംഗ് ക്യാമ്പസ് അബ്രോഡ്. ഓ സോറി സർ, ബോസ് സ്ഥലത്തില്ലല്ലോ, ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണ്. യെസ്, നെക്സ്റ്റ് വീക്ക് ഓഫീസിലുണ്ടാവും. ഓക്കെ സർ, പറയാം. ഓക്കെ, താങ്ക് യു. ജിത്തു സാറേ, ആൽഫ കമ്പനിയുടെ മാനേജറാണ് വിളിച്ചത്. എന്താ കാര്യം? നമ്മുടെ ബോസിനെ അന്വേഷിച്ചത്. സാർ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞപ്പോ കഴിഞ്ഞ ആഴ്ച ജിത്തു സാറിനോട് പറഞ്ഞ കാര്യം ഓർമ്മിപ്പിക്കാൻ പറഞ്ഞു. ആ ഓക്കെ ഓക്കെ, അത് ശരിയാക്കാം. നെക്സ്റ്റ് വീക്ക് എന്തായാലും നമ്മുടെ ബോസ് വരുള്ളൂ. ആ നമ്മുടെ ബോസിന്റെ ഒരു നല്ല ടൈമും ഫാമിലിക്ക് ഇറങ്ങിയല്ലേ, ഭാഗ്യവാൻ. നല്ല പോലെ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയാൽ നമുക്കും ചിറ്റാൻ പോവാം. ഒരു ലോട്ടറി അടിച്ചിട്ട് വേണം അടിച്ചു പോയി. ഒരു ശരാശരി മലയാളിയുടെ ചിന്തയാണിത്. അങ്ങനെ കാശുണ്ടാക്കണം. ജിത്തു അങ്ങനെ പറയരുത്. നേരെ എനിക്ക് പണിയെടുത്തിട്ടും ഒന്നും നേടാൻ കഴിയാത്ത എത്രയോ പേരുണ്ട്. അത് ശരിയാ, നമ്മളൊക്കെ പണിയെടുക്കാത്തവരാണ് അല്ലല്ലോ. എന്നിട്ട് നമുക്ക് എന്ത് നേടാൻ കഴിയും? പറഞ്ഞു കേട്ടാത്തൊന്നും ദുബായിൽ വന്നിട്ട് ഞാൻ ഒന്നും നേടിയില്ലെന്ന്. നിന്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിച്ചില്ലേ? നല്ലൊരു വീട് വെച്ചില്ലേ? ഇതൊക്കെ പിന്നെ ദുബായി വന്നതിന് ശേഷം ഉണ്ടാക്കിയതല്ലേ? ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇതുവരെയുള്ള സമ്പാദ്യങ്ങളെല്ലാം തീർന്നു. ബാങ്ക് ലോണും ബാക്കി. ഇതെല്ലാം നമ്മൾ ഉദ്ദേശിച്ചത് ശരിയല്ലേ? ഇതൊരു തരത്തിൽ ഓട്ടക്കാലത്തിൽ വെള്ളം ഒഴിക്കുന്ന പോലെ എത്ര ഉത്സാഹം അറിയത്തില്ല. എന്റെ മനു, ഒരുമാതിരി എല്ലാ പ്രവാസികളുടെ അവസ്ഥ ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാ. ഗൾഫിലായതുകൊണ്ട് നമുക്കൊക്കെ ഇത്രയെങ്കിലൊക്കെ നേടാൻ കഴിഞ്ഞു. നാട്ടിലുള്ള അവസ്ഥ ആലോചിക്കുക വളരെ കഷ്ടം തന്നെയല്ലേ? അക്കാര്യത്തിൽ എനിക്ക് യോജിക്കാൻ കഴിയില്ല. നാട്ടിലുള്ളവർ തന്നെയാണ് നമ്മളെക്കാളും നന്നായിട്ട് സുഖിച്ചും സന്തോഷവും ഒക്കെ ജീവിക്കുന്നത്. ശരിയല്ലേ? അവർക്ക് ഒന്നിന്റെ ഒരു കുറവില്ല. അത് ശരിയാ. നാട്ടിൽ എന്തെങ്കിലും ഒരു ആഘോഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ മധ്യല്ലേ അവർ കുടിച്ചിരിക്കുന്നത്. അത് അവരുടെ വീടില്ലായ്മ, സാമ്പത്തിക അച്ചടക്കമില്ലായ്മ എന്നാണ് അതിനെ പറയുന്നത്. അതിനിപ്പോ നാട്ടിലുള്ളവരെ മാത്രം കുറ്റപ്പെടുത്തിട്ട് കാര്യമില്ല. നമ്മള് പ്രവാസികൾ ഒട്ടും മോശമല്ല. പൈസ കിട്ടിക്കഴിഞ്ഞത് എവിടെ ചിലവാക്കണം, എങ്ങനെ ചിലവാക്കണം എന്ന് ഒരു പിടിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ലൊരു സംഖ്യ ലോട്ടറി അടിച്ചാൽ രക്ഷപ്പെടാം. അതൊക്കെ ചുമ്മാ തോന്നുന്നതാണ്. അങ്ങനെയാണെങ്കിലേ കുറച്ചു കാലം മുമ്പ് നമ്മുടെ ദുബായ് ഡ്യൂട്ടി ഫ്രീയുടെ ലോട്ടറി അടിച്ച സേവരിക്കേട്ടൻ രക്ഷപ്പെടായിരുന്നില്ലേ? രക്ഷപ്പെട്ടാ ഇല്ലല്ലോ. കൊലങ്ങന്റെ കയ്യിൽ ബഹുമാനം കിട്ടിയ അവസ്ഥയാണ് സേവർച്ചേട്ടന്റെ കഥ. ഈ സംഭവത്തെ കുറിച്ച് പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. സത്യത്തിൽ എന്താ സംഭവം? അല്പന അർത്ഥം കിട്ടിയ അർദ്ധരാത്രി കൊട പിടിക്കുന്നു പറഞ്ഞു കേട്ടില്ലേ? അത് എന്താ സംഭവിച്ചു? ഈ സേവർച്ചേട്ടന് വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല. കുറെ നാളുകളായിട്ട് ഓഫീസ് പോയിട്ട് ജോലി ചെയ്യുന്ന അതിന്റെ ഇടയിലാണ് അദ്ദേഹത്തിന് ഡ്യൂട്ടി ഫ്രീയുടെ ഒരു ലോട്ടറി അടിച്ചത്. എന്റെ അമ്മി, ഡ്യൂട്ടി ഫ്രീയുടെ ലോട്ടറി പ്രൈസോ? അത് നല്ലൊരു സംഖ്യ ഉണ്ടാവൂലേ? പിന്നല്ലാതെ സാധാരണക്കാരായ ആൾക്കാർക്ക് സ്വപ്നം കാണാൻ കൂടി സാധിക്കാത്തത്ര വലിയ സംഖ്യ. അന്ന് ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ട് ലക്ഷങ്ങൾ കയ്യിൽ വരുമ്പോ ആരെങ്കിലും അതാണ് സേവർച്ചേട്ടന് സംഭവിച്ചത്. അടിപൊളി. അപ്പൊ ലോട്ടറി അടിച്ചെന്ന് കേട്ടപ്പോ അതുവരെ കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത മിത്രങ്ങളൊക്കെ സഹായം ചോദിച്ചു വന്നിട്ടുണ്ടാവല്ലോ അല്ലെ? പിന്നല്ലാതെ, അതൊന്നും പറയണ്ട. ആരൊക്കെയോ വരുന്നു, അവരുടെ സങ്കടങ്ങൾ പറയുന്നു. നമ്മളെ സേവിക്കാട്ട് പറ്റുന്നത് പോലെ കവിതരായിരുന്നു. ആകെ വെള്ളമായ. ആ സേവർച്ചേട്ടൻ ശുദ്ധ മത്സരക്കാരനാണ്. നിങ്ങൾ പലപ്പോഴും പറയും പലരും വരും, പലതും ചോദിക്കും, ഇതൊന്നും ചെവി കൊള്ളണ്ട. അദ്ദേഹം വാരി കൊടുക്കും, പാവങ്ങളല്ലേ എന്ന് പറഞ്ഞ് വാരി. പക്ഷെ എത്ര കൊടുത്താലും പിന്നെയും ഒരുപാട് കാണുമല്ലോ, നല്ലൊരു സംഖ്യ ബാക്കി. ഇനിയാണ് തമാശ. കയ്യിൽ കാശുണ്ടായ ഉപദേശികൾ പലരും വരുമല്ലോ. നമുക്ക് അത് ചെയ്യാം, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത്തരം ഫ്രോഡുകൾ അടുപ്പിക്കരുത്. പറ്റിക്കാൻ വേണ്ടി മാത്രമാണ് ചുറ്റിപ്പറ്റി വരുന്നത്. ഇതൊക്കെ ആരോട് പറയാനാ? എത്ര പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു കൊടുത്തതാ. അപ്പോഴേക്കും ഒരുത്താൻ ആ പാവത്തിനെ കുഴിയിൽ ഇറക്കി ഒരു സ്ഥാപനം തൊട്ടു. ഒട്ടും വിദ്യാഭ്യാസം ഇല്ലാത്ത ആളൊന്നല്ലേ പറഞ്ഞത്? വിദ്യാഭ്യാസം ഇല്ലാത്ത ആളെങ്ങനെ ഒരു കമ്പനി നടത്തും? അവിടെയാണല്ലോ കെണി. ആള് സേവരിച്ചേട്ടന്റെ ബന്ധു തന്നെയാണ്. കക്ഷി പറഞ്ഞു ധരിപ്പിച്ചു, ചേട്ടൻ പൈസ അടയ്ക്കാൻ മതി, സാധനമൊക്കെ കൊണ്ടുവരുന്നോളാം, ഞാൻ ലാഭം മാസാമാസം പോക്കറ്റിലിട്ടാ മതി. അങ്ങനെ ഓരോ ഉടായ്പകള്. ആ പാവം ആ സോപ്പിൽ വീണു ഉള്ള കാശൊക്കെ ബന്ധുവിനെ ഏൽപ്പിച്ചു. എന്നിട്ട് നിങ്ങളൊന്നും പാവത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തില്ലേ? ഇക്കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞാലേ ഞങ്ങൾ ചീത്ത പറഞ്ഞിരുന്നു വിചാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും മറച്ചു വെച്ചു. പിന്നെ ഞങ്ങൾ എങ്ങനെ അറിയണം? എന്തൊരു കഷ്ടമാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചു പറയാനാ? പാവം സേവിക്കേണ്ടത് പുള്ളി ബോസിന്റെ കസാലിൽ ഇങ്ങനെ ഇട്ട് തിരിയും. പുള്ളിയുടെ സംഭവം
പുള്ളിയുടെ ബന്ധു അവരുടെ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ വളരെ തന്ത്രപൂർവ്വം കയ്യിൽ ഒതുക്കി കൊണ്ടുപോയി. അതെ, ഈ പറഞ്ഞ പോലെ ക്യാഷിന്റെ കാര്യത്തില് വളരെ ശ്രദ്ധിക്കണം സാർ ഈ കേട്ടോ. ഫയൽ ഒന്ന് അതെല്ലാം നോക്കി. ശരി. ആ എനിക്കൊന്നും മനസ്സിലാവണില്ല. ഡാ, നീ ഇതൊന്ന് നോക്കിയേ. ആ നമ്മുടെ എല്ലാ ക്ലയൻസിന്റെയും ഫയല് ഇതുപോലെ തന്നെ തയ്യാറാക്കണം. ഇന്നത്തെ ക്ലയന്റ് മീറ്റിംഗിന് എന്തെങ്കിലും ഫയൽ പ്രിപ്പയർ ചെയ്യാനുണ്ടോ? ക്ലയന്റ് മീറ്റിംഗ് എന്ന് വെച്ചാല് ദാ ഈ കുട്ടി എന്തിട്ട് പറയണേ, എനിക്കൊന്നും മനസ്സിലാവണില്ല. ആ അതൊക്കെ ഞാൻ ശരിയായിക്കോളാം. അതെ, എന്ത് കാര്യങ്ങളും ഇവനോട് പറഞ്ഞാൽ മതി. കാരണം എന്താണെന്നറിയാ, ഇവൻ വർക്കിംഗ് പാർട്ട്ണറാ. എന്നുവെച്ചാ പണിയെടുക്കുന്നവന്ന് അർത്ഥം. ഞാനൊരു സ്ലീപ്പിംഗ് പാർട്ട്ണർ അല്ലേ, എനിക്ക് എന്തോ ആവാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തൊക്കെയാണ് മോളിൽ വീട്ടിൽ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു സർ. ആ നിങ്ങൾ പോയിക്കോ. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങൾ ഈ കമ്പനിയുടെ ബോസ് ആണെന്ന് വല്ല ബോധമുണ്ടോ? ലേഡി സ്റ്റാഫിനോടൊക്കെ ഇത്ര ക്ലോസ് ആയിട്ട് സംസാരിക്കാൻ പാടുണ്ടോ? അങ്ങനെയൊക്കെ ആ. എന്നാലും വല്ലപ്പോഴൊക്കെ പെൺകുട്ടികളോട് സംസാരിക്കുമ്പോൾ ഒരു സുഖല്ലേടാ. ആ ദേ, ഉള്ള സ്റ്റാൻഡേർഡ് കളയരുത്. ബോസ് വെറും വായി നോക്കിയാണെന്ന് സ്റ്റാഫ് എല്ലാം പറഞ്ഞു വരുന്നു. ചേടാ, ഇത്രയും കാശ് ചെലവാക്കിയിട്ട് ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് സ്വന്തം സ്റ്റാഫിനോടൊന്നും ഉണ്ടാൻ പറ്റാന്ന് വെച്ചാൽ വലിയ കഷ്ടാട്ടാ. ദേ, വല്ലപ്പോഴും ഒക്കെ അവരോട് കുശലമൊക്കെ ചോദിക്കാം. പക്ഷെ അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവാതെ നോക്കണം. അയ്യേ, ഞാൻ അങ്ങനത്തെ ആളൊന്നല്ല. നീ ഇതൊന്നും പോയിട്ട് എന്റെ വീട്ടിൽ പറയട്ടാ. എന്റെ കേട്ടോളൂ അറിഞ്ഞ സ്ഥിതി അറിയാല, കുടുംബത്തിൽ കേട്ടില്ല. ആ ഓക്കെ, ഞാനെന്നാ ഒന്ന് പുറത്തോട്ട് പോകും. ഒന്നിട്ടും മനസ്സിലാവണമില്ല, ചെയ്യാ ഒരു പണിയുമില്ല. ഇനിയിപ്പൊ എന്താ ചെയ്യാ? സേവർ സാറേ, ഈ സാഹചര്യത്തിൽ എന്തായാലും ബാങ്ക് ലോൺ അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. അയ്യോ, അപ്പോ നമുക്ക് ലോൺ കിട്ടില്ലേ? നീയല്ലേ പറഞ്ഞത് നമുക്ക് ലോൺ കിട്ടും, അതുകൊണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാണ്ടെന്ന്. ചേട്ടൻ അവര് പറയുന്നത് മുഴുവനായിട്ട് കേൾക്ക്, പറയൂ. ആ, അപ്പൊ പറഞ്ഞു കഴിഞ്ഞിട്ടില്ലേ? സേവർ സാറിന്റെ സ്വപ്നമാണ് ഈ കമ്പനി എന്ന് ഞങ്ങൾക്കറിയാം. ആ അതെ, എന്റെ പൊന്നു മാഡം, എനിക്ക് ഒരു ലോട്ടറി കിട്ടി. ആ കിട്ടിയ കാശ് മുഴുവൻ ഞാൻ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തേക്കാ. എന്റെ ചേട്ടാ, ലോട്ടറി എടുത്ത കാശ് ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുവാണെന്ന് എന്തിനാ എപ്പോഴും പറയുന്നത്? അപ്പൊ പറയണ്ടല്ലേ? ആ വേണ്ട, പറയണ്ട. അല്ല, അത് പിന്നെ എനിക്ക് വേറെ കാശൊന്നും കയ്യിലില്ലേ, അതാ. ഞാൻ അതൊന്നും കാര്യാക്കുന്നില്ല സാർ. പിന്നെ ഞങ്ങളുടെ സീനിയർ മാനേജർ ഈ സാറിനെ പേഴ്സണലായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ബാങ്ക് ഇങ്ങനെ ഒരു ഫെസിലിറ്റി അനുവദിച്ചു തരാമെന്ന് തീരുമാനിച്ചത്. ആ, അപ്പോ ഞങ്ങക്ക് ലോൺ കിട്ടുവോ? പിന്നെ നന്നായി. രാജക്ക, കണ്ടും കേട്ടൊക്കെ കാശ് ചെലവാക്കിക്കോളൂ. ആ, അപ്പോ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? പിന്നെ എവിടെ ഞാൻ ഒപ്പിടേണ്ടത്? അതെ, ഞാൻ ഒപ്പിട്ടാലേ ലോൺ പാസ്സാവുള്ളേ, അത് കാരണം കൊണ്ടാ. അയ്യോ, ഇപ്പൊ അത് വേണ്ട സാർ. ഈ സാർ എല്ലാ ഡോക്യുമെന്റ്സും ഇമെയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ബാങ്ക് അപ്രൂവൽ കിട്ടിയാൽ ഞാൻ ഒന്നും കൂടി ഇവിടെ വരേണ്ടി വരും. അപ്പോൾ സാർ ഡോക്യുമെന്റ്സിൽ സൈൻ ചെയ്താൽ മതി. ആ, അപ്പൊ മതിയില്ലേ? അപ്പോൾ ഞാൻ എടുത്തത് വെറുതെ ആയി. അല്ല, എന്നാലും ഞാൻ ഒപ്പിട്ടാലേ കിട്ടുള്ളൂ. ആ, അത് പോട്ടെ. മോൾക്ക് എന്താ കുടിക്കാൻ വേണ്ട? ഇപ്പം തൽക്കാലൊന്നും വേണ്ട സാർ, അടുത്ത തവണ നോക്കാം. ആ ശരി, എന്നാ അങ്ങനെ ആവട്ടെ. ഓക്കെ ഓക്കെ, അപ്പൊ വീണ്ടും കാണാം. ഓക്കെ ഓക്കെ സാർ. പാവം ശേഖരിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഇടയില് ആദ്യം എഴുതാ ചെക്ക് മുടങ്ങും. പിന്നെ കാശ് കിട്ടാനുള്ളവർ വെറുതെ ഇരിക്കില്ലല്ലോ, അവര് കമ്പനിക്ക് വരാൻ തുടങ്ങി. സേവർ ചേട്ടനുണ്ടാ കമ്പനി കണക്കും കാര്യങ്ങളൊക്കെ അറിയുന്നത്? എല്ലാം മറ്റൊരു കളിയല്ലേ. സർ, ചെക്ക് മടങ്ങിയ കമ്പനിയിൽ നിന്ന് രണ്ടുപേര് വന്നിട്ടുണ്ട്. സാറിനെ കാണണമെന്ന് പറയുന്നു. അവരെന്തിനാ ഇങ്ങോട്ട് വന്നേക്കണേ? ആ കുരുത്തം കിട്ടാൻ കൂടിയില്ലേ? ഇല്ല
സാറ് പുറത്തു പോയി. ചേട്ടാ ഓരോ കുരുത്തക്കേട് കാണിച്ചിട്ട് അവൻ ചുറ്റിക്കറങ്ങാൻ പോയി. സാറ് അവരിങ്ങോട്ട് വിളിക്കട്ടെ? അവൻ ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് പറയാനാ? എന്താ ചെയ്യാ, വേറെ വഴിയൊന്നുമില്ലല്ലോ. അവരോട് വരാൻ പറയും. അതെ, പിന്നെ മോളൊരു കാര്യം ചെയ്യും. അവര് വരുമ്പോ മോളും കൂടി ഇവിടെ വന്നു. എനിക്കൊരു ധൈര്യം. സർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇരിക്കും. പറയൂ. നിങ്ങളുടെ ചെക്ക് മടങ്ങിയിട്ട് ഒരാഴ്ചയിൽ നാളെ തരാം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ഇതുവരെ ക്യാഷ് ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പൊ വിളിച്ചാലും ഫോണും എടുക്കുന്നില്ല. എന്റെ പൊന്ന് സാറന്മാരെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. എന്റെ കയ്യില് 10 കാശില്ല. എല്ലാം അവനെ കൈകാര്യം ചെയ്യണത്. സാറ് വരുമ്പോ നിങ്ങൾ വന്നിരുന്നു എന്ന് പറയാം. അതിലൊരു കാര്യമില്ല. ഞങ്ങൾ ഇന്ന് ഇവിടെ വരുന്ന അറിഞ്ഞിരുന്ന് തന്നെയാണ് അദ്ദേഹം മുങ്ങിയിരിക്കുന്നത്. സേവർ സാറിനോട് ഞങ്ങൾക്ക് ഒരു വിരോധമില്ല. സാറ് നിരപരാധിയാണ്, ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യും. പക്ഷെ ചെക്ക് മടങ്ങിയതിന്റെ ക്യാഷ് ഞങ്ങൾക്ക് കിട്ടണമല്ലോ. മോളെ, ഇവളല്ല ക്യാഷ് ഇരിക്കില്ല. ഇല്ല സാർ, ക്യാഷ് ഒക്കെ കൈകാര്യം ചെയ്തത് മറ്റേ സാറാണ്. സാറേ, ഞങ്ങളുടെ ബോസ് നല്ല കലിപ്പനാണ്. പൈസ ആയിട്ട് മാത്രം അങ്ങോട്ട് തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്. സാറേ, ഞങ്ങളുടെ ബോസ് മനുഷ്യപ്പറ്റില്ലാത്ത ആളാണ്. ഇന്ന് കൂടി ക്യാഷ് കിട്ടിയില്ലെങ്കിൽ കേസ് ഫയൽ ചെയ്യും, അത് ഉറപ്പാണ്. എന്ത് കഷ്ടകാലത്തിനാവോ എനിക്ക് ലോട്ടറി അടിച്ചത്. ലോട്ടറി അടിച്ചത് കൊണ്ട് തെറ്റൊന്നുമില്ല, അതൊരു നല്ല കാര്യമല്ലേ. പക്ഷെ കിട്ടുന്ന പൈസ നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിലാണ് കാര്യം. തുറന്നു പറയുന്നതിൽ വിഷമം തോന്നല സാറേ. സാറൊരു പാവമാണ്. സാറിന്റെ ഈ അറിവില്ലായ്മ ചൂഷണം ചെയ്യാണ് ഈ സാറിന്റെ. കുറച്ചു നാളായി സാറിന്റെ അടുത്ത് ഞാനും ഈ കാര്യം പറയണമെന്ന് വിചാരിക്കായിരുന്നു. ആ സാറിന് വേറെ എന്തോ ബിസിനസ് ഉണ്ട്. ഇവിടുത്തെ കാശ് എടുത്ത് അവിടത്തേക്ക് മറിക്കുക. എന്നിട്ട് എന്തേ മോളെ ഇതുവരെ ഇതൊന്നും എന്നോട് പറയാതിരുന്നത്? ആ സാർ എന്നെ ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുക. പേടിച്ചിട്ട് സാറ്. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമുള്ളൂ. ഞാൻ ആശിച്ച് മോഹിച്ച് വാങ്ങിച്ചൊരു കാർ, അത് വിറ്റിട്ട് ഞാൻ ക്യാഷ് തരാം. അതുവരെ കേസ് കൊടുക്കരുത് ഒന്ന് പറയണം. സാറിന്റെ ഈ നിസ്സഹായാവസ്ഥ കണ്ടിട്ട് ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഞങ്ങളോട് ദേഷ്യം തോന്നല സാറേ. ഞങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ പറയുന്നതും ചെയ്യുന്നത്. തെറ്റ് എന്റെ മാത്രമാണ്. ലോട്ടറി അടിച്ചപ്പോ ഞാൻ മതിമറന്നു. സാധാരണക്കാരെ പോലെ തന്നെ ഞാനും ആഗ്രഹിച്ചു ഒന്ന് അടിച്ചു പൊളിക്കാനായിട്ട്. പക്ഷേ അതിനെ തെരഞ്ഞെടുത്ത വഴി തെറ്റാണ്. ഒന്നാമത് അറിയാത്ത ഫീൽഡിൽ ഇറങ്ങരുത്. ഇറങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവര് നമ്മുടെ അറിവില്ലായ്മ ചൂഷണം ചെയ്യും. ഇപ്പൊ സാറിന്റെ കാര്യം തന്നെ നോക്കാം. ഈ കമ്പനി മുഴുവൻ ക്യാഷ് വന്നിരിക്കുന്ന സാറാണ്. ഈ കമ്പനി പൊളിഞ്ഞാൽ നഷ്ടാർക്ക സാറിനല്ലേ? അതാ ബന്ധുവിനറിയാം. ചത്ത കുട്ടിക്ക് ജാതകം എഴുതിയിട്ട് കാര്യമില്ലല്ലോ, എല്ലാം പോയില്ലേ. നിങ്ങൾക്ക് കുടിക്കാനുണ്ടോ വേണ്ടേ? മോളെ, ഇവർക്ക് എന്താ വേണമെന്ന് കൊടുക്ക. ഒന്നും വേണ്ട സർ, ഞങ്ങളിപ്പോ ഇറങ്ങുകയാണ്. ഓക്കെ. അതോടെ പ്രശ്നം തീർന്നു. പ്രശ്നങ്ങൾ എവിടെ തീരാനാ? പിന്നീട് അങ്ങോട്ട് ഓരോരോ ചെക്കുകൾ കൂടി മടങ്ങാൻ തുടങ്ങി. ആ പാപം സേവനം എന്ത് ചെയ്യാനാ? ഉള്ള സ്വത്തുക്കൾ വിറ്റ് പറിക്കാൻ പോലും കടം തീരില്ല. അവസാനം ആ കമ്പനി വരെ വിറ്റു. ആ കമ്പനി ആരോ വാങ്ങിയെന്നറിയോ? നമ്മുടെ ബോസ്. നമ്മളിവിടെയാണ് ജോലി ചെയ്യുന്നത്. അയ്യോ, കഷ്ടമായല്ലോ. അപ്പൊ ബന്ധുവോ? പ്രശ്നം ഗുരുതരാന്ന് പറഞ്ഞപ്പോ ആളും മുങ്ങി. ലോട്ടറി അടിച്ച് കിട്ടിയ ലക്ഷങ്ങളൊക്കെ വന്നത് പോലെ പോയിന്ന് പറഞ്ഞാൽ മതിയല്ലോ. പാവം സേവരേട്ടെ. ആളിപ്പോ എവിടെയാ? എന്ത് ചെയ്യുന്നു? അതല്ലേ തമാശ. സേവരിച്ചേട്ടന്റെ കഥയൊക്കെ കേട്ടപ്പോ പഴയ കമ്പനി തന്നെ തിരിച്ചു വിളിച്ചു. ജോലിയും കൊടുത്തു, വിത്ത് പ്രൊമോഷൻ. ആള് പഴയ ഓഫീസ് ബോയ് എന്നല്ല, സീനിയർ സൂപ്പർവൈസറാ. ആത്മാർത്ഥി സത്യസന്ധതയൊക്കെ ആളുടെ അവരുള്ളവർക്കൊക്കെ അറിയാം. എന്നാലും വല്ലാത്തൊരു യോഗമായിപ്പോയല്ലോ. ആലോചിക്കാൻ കൂടി വയ്യ. ഇങ്ങനെ അനുഭവമുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. പലരും പുറത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ. എന്റെ അഭിപ്രായത്തിൽ ലോട്ടറി അടിച്ച് എത്ര ലക്ഷം രൂപ കിട്ടിയാലും അത് അങ്ങനെ തന്നെ ബാങ്കിൽ ഇടുക. നിലവിൽ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അത് അതുപോലെ തുടരണം. പിന്നീട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സാവകാശം ചിന്തിക്കാം.